ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചേന ചിപ്സ് എന്ന റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ കപ്പ കൊണ്ടും പിന്നെന്താ പറയുക, ഉരുളക്കിഴങ്ങ്, അങ്ങനെ പല സാധനം കൊണ്ട് ചിപ്സ് ഉണ്ടാക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് ചേന വെച്ചിട്ടും ചിപ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിന്ന് ചേന കൊണ്ട് ഒരു അടിപൊളി ചിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഈ ചേന ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ പോകാം നമുക്ക് ചേന ചിപ്സ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ചേന ഈ രീതിയിലൊന്ന് കഷ്ണാക്കി എടുക്കണം. കണ്ടല്ലോ, ഇങ്ങനെ ഇതെല്ലാം ചെറിയ പീസസ് ആക്കി അരിഞ്ഞെടുത്ത് കഴുകി ക്ലിയർ ചെയ്താണ്. അതുപോലെ നമ്മൾ ചേന അരിയുമ്പോൾ കൈ ചൊറിയാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ പുരട്ടി കൊടുക്കണം, എന്ന് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വെള്ളം തിളപ്പിച്ചതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഊറ്റിയെടുക്കാം. ഓക്കെ, നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചേനയുടെ പീസൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമുക്കതൊന്ന് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റാം. ഒന്ന് തിളക്കട്ടെ. ജസ്റ്റ് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചു, ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെള്ളം കളഞ്ഞെടുത്താണ്. കണ്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര സ്പൂണ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത് പച്ച പൊടിയാണ് കേട്ടോ, നമ്മൾ വറുത്ത പൊടിയല്ല. നമ്മളതിൽ കയ്യിലുള്ളത് ഏതാണോ അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടലപ്പൊടി, കടലമാവ് ഒരൽപ്പം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി, ഇത്രയും മതിയാവും. അപ്പോൾ നമ്മൾ ഉപ്പ്, പൊടികൾ, മുളക് പൊടി എല്ലാം ചേർത്ത് ഇനി ഇത് നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പൊടികളും നല്ലപോലെ ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു വെള്ളം ഒഴിച്ചിട്ട് ഒരു അനക്കം, ഒരു 2-3 ഡ്രോപ്പ് വെള്ളം നമ്മൾ ആ പൊടിയൊന്നും ഇതിലേക്ക് പിടിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ കണ്ടല്ലോ, ഇത് നല്ലതുപോലെ നമ്മൾ ചേനയിൽ മസാലയെല്ലാം പിടിച്ചു. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഉപ്പൊന്ന് പിടിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമ്മൾ ചേന 10 മിനിറ്റ് ഇരുന്ന് നല്ല ഉപ്പും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്, പിന്നെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ചൂടായോ എന്നറിയാൻ വേണ്ടി ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നല്ല ഫുള്ളിലാണ്. നമുക്കതൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ കിടന്നിട്ട് നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം. നമ്മുടെ ചേന ചിപ്സ് കണ്ടില്ലേ, നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി ആവാനുണ്ട്. ഇപ്പോൾ നല്ല മുരിഞ്ഞ് തുടങ്ങി. ഒന്നും കൂടി ക്രിസ്പി ആയതിനു ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ചെറിയ തീയിലിരുന്നിട്ട് നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നും കൂടി മുരിയട്ടെ, എന്നിട്ട് നമുക്കെടുക്കാം. നമ്മുടെ ചേന ഫ്രൈ ആയി തുടങ്ങി. കണ്ടല്ലോ, കോരി മാറ്റുന്നുണ്ട്. നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചൂടാറട്ടെ. അടുത്തും കൂടി നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, കണ്ടില്ലേ, നല്ല സൂപ്പർ കളറും സുന്ദരിയായിട്ടിരിപ്പില്ലേ. ഇനി നമുക്ക് അടുത്തും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. വിടർത്തിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പോണൊന്നുമില്ല, എന്നാലും ചെറിയ തീയിൽ കിടന്നിട്ട് ഇതുപോലെ മൊരിഞ്ഞ് വരട്ടെ. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ചേന ചിപ്സ്
റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ക്രിസ്പിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കട്ടൻ ചായയുടെ കൂടെയോ ഏത് ചായയുടെ കൂടെ വേണമെങ്കിലും നല്ലപോലെ കഴിക്കാം. നല്ല ക്രിസ്പിയായ ഒരു ചിപ്സ്. അപ്പോൾ കണ്ടല്ലോ, ഞാൻ ചേന ചിപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.